സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മാഹാത്മ്യം പത്മപുരാണത്തിൽ 6 അധ്യായങ്ങളെ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ അധ്യായമാണ് ഇവിടെ പാരായണം ചെയ്തത്. ഇതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. നൈമിഷാരണ്യമാണ് പശ്ചാത്തലം. ഏതാണ് ഈ നൈമിഷാരണ്യം? ഒരു പ്രത്യേക പ്രദേശത്തിന് നൈമിഷാരണ്യം എന്ന് പേര് വന്നു. അങ്ങനെ പേര് വരാൻ കാരണമുണ്ട്. ശൗനകൻ്റെ നേതൃത്വത്തിലുള്ള കുറേ മഹർഷിമാർ ബ്രഹ്മാവിനോട് പോയി ഒരു കാര്യം ചോദിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കലിയുഗമാണ് വരാൻ പോണത്. കലിയുഗത്തിൽ പലതരം വിഷമങ്ങളും അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഞങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നു. കലിബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായമുണ്ടോ? ഇതാണ് ശൗനകാദി മഹർഷിമാർ ചോദിച്ചതത്രേ. ബ്രഹ്മാവ് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു ചക്രം ഉരുട്ടാം. ഈ ചക്രം ഒരു ദിക്കിൽ വീഴും, അത് പൊട്ടിച്ചിതറും. അവിടെ ഇരുന്നാൽ മതി, യാതൊരു കലിബാധയും അനുഭവപ്പെടില്ല. ഇത്രയും പറഞ്ഞു. ബ്രഹ്മാവും തട്ട് ചക്രം ഉരുട്ടിക്കൊടുത്തു. ആ ചക്രത്തിൻ്റെ പിന്നാലെ ശൗനകാദികളായ മഹർഷിമാർ പോന്നു. ചക്രം ഇങ്ങനെ ഉരുണ്ടിങ്ങോട്ട് പോന്ന് ഭാരതഭൂമിയിൽ ഒരു പ്രത്യേക പ്രദേശത്ത് വന്ന് വീണു. അത് പൊട്ടിച്ചിതറി. നേമി പൊട്ടിച്ചിതറിയതുകൊണ്ട് ആ പ്രദേശത്തിന് നൈമിഷം എന്ന് പേര് വന്നു. ഇത് ഒരു അരണ്യവും കൂടിയായിരുന്നു. അരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്നർത്ഥം. അങ്ങനെ നൈമിഷ അരണ്യ രണ്ടും കൂടി ചേർന്നാൽ നൈമിഷാരണ്യം എന്നാവും ആ പ്രദേശത്തിന് പേര്. ഇന്നും ആ പ്രദേശത്തിന് നൈമിഷാരണ്യം എന്ന് തന്നെ പേര്. ഇവിടെ ഇരുന്നാൽ കലിബാധകളൊന്നും അനുഭവപ്പെടില്ല. ഇത് ബ്രഹ്മാവ് പറഞ്ഞതാണ്. ശൗനകാദികളായ മഹർഷിമാർ ഈ നൈമിഷാരണ്യത്തിൽ തന്നെ വർത്തിച്ചു. ആ സമയത്ത് ഒരാൾ അവിടേക്ക് വന്നു. അദ്ദേഹത്തിനെയാണ് സൂതൻ എന്ന് ഇവിടെ പറയുന്നത്. സൂതൻ എന്ന് പറഞ്ഞാൽ സാധാരണ സംസ്കൃത ഭാഷയിൽ അർത്ഥം തേര് തെളിക്കുന്നവൻ എന്നാണ്. പക്ഷേ പുരാണത്തിൽ സൂതൻ എന്ന് പറഞ്ഞാൽ പുരാണകഥാ വക്താവ് എന്ന് അർത്ഥം. ഈ സൂതന് പ്രത്യേകിച്ച് ഒരു പേരും കൂടിയുണ്ട്, രോമഹർഷണൻ എന്ന്. അത് ആളുകൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള പേരാണ്. ശ്രോതാക്കൾക്ക് രോമഹർഷം, അതായത് രോമാഞ്ചം ഉണ്ടാവുമാറ് ഭംഗിയായിട്ട് കഥ പറയും അദ്ദേഹം. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ ആളുകൾ രോമഹർഷണൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം വന്നപ്പോൾ മഹർഷിമാർ അത്യധികം സന്തോഷിച്ചു. അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പൂജിച്ചിരുത്തിക്കൊണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഈ സൂതൻ അനേകം പുരാണങ്ങൾ ഈ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുത്തത്. ഓരോരോ പുരാണങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പത്മപുരാണം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതിൽ ഈ ഘട്ടത്തിൽ വന്നപ്പോൾ മഹർഷിമാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ മായാമോഹത്തിനെ നിരസിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ഭക്തി, ജ്ഞാനം, വൈരാഗ്യം ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ലോകത്തിലേറ്റവും ശ്രേയസ്കരമായത് ഏതാണ്? ലോകത്തിലേറ്റവും പാവനമായത് ഏതാണ്? ഈ മാതിരി ചോദ്യങ്ങളൊക്കെയാണ് മഹർഷിമാർ ചോദിച്ചത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് സൂതൻ ഒരൊറ്റ വാക്ക് പറഞ്ഞത്, ശ്രീമദ് ഭാഗവതം എന്ന്. ലോകത്തിലേറ്റവും ശ്രേയസ്കരമായത് ശ്രീമദ് ഭാഗവതം, ലോകത്തിലേറ്റവും പാവനമായത് ശ്രീമദ് ഭാഗവതം. മായാമോഹത്തിനെ നിരസിക്കാൻ ഏറ്റവും നല്ല ഉപായം ശ്രീമദ് ഭാഗവതം വേണ്ട പോലെ ഉൾക്കൊള്ളുക എന്നത്. അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതം ആരിൽ നിന്നാണ് വന്നത്? സാക്ഷാൽ ഭഗവാനിൽ നിന്ന്, വേദവ്യാസ മഹർഷിയിൽ നിന്ന്. വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ച് തൻ്റെ പുത്രനായ ശ്രീശുകനെ അത് പഠിപ്പിച്ചു. ശ്രീശുകൻ ഗംഗാനദീ തീരത്ത് 7 ദിവസം ഇരുന്ന് പരീക്ഷിത്ത് മഹാരാജാവിനെ അത് കേൾപ്പിച്ചു. അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് ഭാഗവത സപ്താഹയജ്ഞം നടത്തിയ ആള് ശ്രീശുക മഹർഷിയായിരുന്നു. അതിൻ്റെ പിന്നാലെ എത്രയോ ആളുകൾ ഭാഗവത സപ്താഹയജ്ഞം നടത്തിയിട്ടുണ്ടായിട്ടുണ്ട്. സനകാദി മഹർഷിമാർ ഭാഗവത സപ്താഹയജ്ഞം നടത്തി. ഗോകർണൻ എന്ന ഒരാൾ ഭാഗവത സപ്താഹയജ്ഞം നടത്തി. ഇങ്ങനെ പിന്നാലെ എത്രയോ മഹർഷിമാർ ഭാഗവത സപ്താഹയജ്ഞം നടത്തുക എന്നതുണ്ടായിട്ടുണ്ട്. ഈ ഭാഗവത സപ്താഹയജ്ഞം എങ്ങനെയാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് അത് കേൾക്കേണ്ടത് എന്ന് മഹർഷിമാർ ചോദിച്ചു. അപ്പോൾ സപ്താഹ ശ്രവണവിധി അത്
അവിടെ വച്ച് സൂതൻ ശൗനകാദികളെ കേൾപ്പിച്ചു. എങ്ങനെയാണ് കേൾക്കേണ്ടത്? അത്യന്ത ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ഈ സപ്താഹയജ്ഞം കേൾക്കാൻ. എങ്ങനെ നടത്തണം എന്ന് ചോദിച്ചാൽ അതും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വിവാഹം എങ്ങനെ നടത്തണം? അവനവൻ്റെ കഴിവനുസരിച്ച് നടത്താം. അനവധി ആളുകളെ വിളിച്ചു കൂട്ടി സദ്യ ഒരുക്കി കൊടുക്കാം. പക്ഷേ ഏത് വിവാഹമായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? വധൂവരന്മാർ തമ്മിൽ ചേർച്ച ഉണ്ടാവുക ഏതുകൊണ്ടും. എങ്കിലേ ആ വിവാഹം സാർത്ഥകമാവൂ. ഇതുപോലെ ഭാഗവത സപ്താഹയജ്ഞം സാർത്ഥകമാവണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? നല്ല ശ്രദ്ധ, ഭക്തി, ഇത് രണ്ടും ഉണ്ടാവണം. ശ്രദ്ധയും ഭക്തിയും ഉണ്ടെങ്കിൽ സപ്താഹയജ്ഞം സഫലം, ഇല്ലെങ്കിലോ അത് വിഫലവുമാവും. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഈ ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവുക എന്നത്. ഏത് സാധനവും ഇപ്പോൾ പണം കൊടുത്താൽ കിട്ടും, അങ്ങാടിയിൽ ചെന്നാൽ കിട്ടും. ശ്രദ്ധയും ഭക്തിയും അങ്ങാടിയിൽ ചെന്നാൽ കിട്ടില്ല, പണം കൊടുത്താൽ കിട്ടില്ല. താൽക്കാലികമായിട്ട് ആരെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ പിന്നെ ഈ ശ്രദ്ധ, ഭക്തി ഇത് എവിടുന്നാണ് ഉണ്ടാവുക? അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ കടഞ്ഞു കൊണ്ടുവരണം. മറ്റൊരാളിൽ നിന്ന് കിട്ടാവുന്നതല്ല ശ്രദ്ധയും ഭക്തിയും. ഏതെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ കണ്ണ് അങ്ങോട്ട് പോവും, ഒരു ശബ്ദം കേട്ടാൽ ചെവി അങ്ങോട്ട് പോവും, മനസ്സും ഇന്ദ്രിയങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് നമ്മെപ്പോലുള്ള ആളുകളുടെയൊക്കെ സ്ഥിതി. അങ്ങനെയുള്ള നമ്മളോടാണ് ഋഷിമാർ പറയണത് അത്യന്ത ശ്രദ്ധയോടു കൂടിയിട്ട് വേണം സപ്താഹയജ്ഞം നടത്താൻ എന്ന്. ഭഗവാൻ അനുഗ്രഹിക്കണം നല്ലപോലെ, എന്നാൽ തന്നെ നമുക്ക് ഈ സപ്താഹയജ്ഞം ഭംഗിയായിട്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നടത്താൻ സാധിക്കൂ. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം എന്ന് പറഞ്ഞാൽ അത് ഒരു ജ്ഞാനയജ്ഞം ആണ്. അപ്പോൾ ഒരു ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം? ഈ സപ്താഹയജ്ഞത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകൾ പല സാധനങ്ങളും കൊണ്ട് ചെല്ലാറുണ്ട്. കർപ്പൂരം കൊണ്ട് ചെല്ലാറുണ്ട്, ചിലർ പിന്നെ ചന്ദനത്തിരി കൊണ്ട് ചെല്ലാറുണ്ട്, പൂക്കൾ കൊണ്ട് ചെല്ലാറുണ്ട്, എണ്ണ കൊണ്ട് ചെല്ലാറുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ട് ചെല്ലാറുണ്ട്. അതൊക്കെ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ദോഷമൊന്നുമില്ല. കൊണ്ടുവന്നാൽ ദോഷമില്ല, കൊണ്ടുവന്നാലും ഒന്നില്ലെങ്കിലും ദോഷമില്ല. പക്ഷേ ഒരു കാര്യം കൊണ്ടുവരണം. കേട്ടാൽ ഗ്രഹിക്കാൻ സന്നദ്ധമായ തുറന്ന ഒരു മനസ്സ്, അതുപോലെ തുറന്ന ഒരു ബുദ്ധി. ഒരു ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ ഇത് മാത്രമേ യഥാർത്ഥത്തിൽ വേണ്ടൂ. ജ്ഞാനയജ്ഞമാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കും, കേട്ടതിൽ പലതും അറിയാവുന്നതായിരിക്കും, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചിലത് കേട്ടു എന്ന് വരും. അങ്ങനെ വല്ലതും കേട്ടാൽ അത് മനസ്സിൽ അഥവാ ബുദ്ധിയിൽ ഇരിക്കണം. ഇതാണ് സപ്താഹയജ്ഞത്തിൽ വരുമ്പോൾ കൊണ്ടുവരേണ്ട ഒരേ ഒരു സാധനം. പോരാ, അതോടുകൂടി ഈ യജ്ഞത്തിൽ പങ്കെടുത്തതിൻ്റെ മുഴുവൻ ഫലമായോ? ആയില്ല. വീടടച്ച് ആർക്കെങ്കിലും യജ്ഞത്തിൽ പങ്കെടുക്കാൻ വരാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരും കൂടി അങ്ങനെ വരിണ്ടാവില്ല. വീട്ടിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് ഇവിടെ വരും, യജ്ഞത്തിൽ പങ്കെടുക്കും. അതും കാലത്തെ മുതൽക്ക് വൈകുന്നേരം വരെ പങ്കെടുത്തു എന്ന് വരുമോ? അതും ഉണ്ടാവില്ല. അപ്പം പിന്നെ എന്ത് വേണം? ഇവിടെ യജ്ഞത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലതൊക്കെ ഗ്രഹിക്കാനുണ്ടാവും. ഭാര്യമാർ ഇവിടെ വന്ന് യജ്ഞത്തിൽ പങ്കെടുത്ത് കിട്ടിയത് ഭർത്താക്കന്മാർക്ക് പകർന്നു കൊടുക്കണം. ഭർത്താക്കന്മാർ യജ്ഞത്തിൽ പങ്കെടുത്ത് കിട്ടിയത് ഭാര്യമാർക്ക് പകർന്നു കൊടുക്കണം. കുട്ടികൾ ഇവിടെ വന്ന് യജ്ഞത്തിൽ പങ്കെടുത്ത് കിട്ടിയത് അച്ഛനമ്മമാർക്ക് പകർന്നു കൊടുക്കണം. പോരാ, ഒരൊറ്റ ബിൽഡിങ്ങിൽ പല ഫ്ലാറ്റുകളിലായിട്ടാണ് പലരും താമസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഒരു കാര്യം കൂടി ചെയ്യണ്ടേ? തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലുള്ള ആളുകളോട് പറയണ്ടേ ഈ അമ്പലത്തിൽ നല്ലൊരു കാര്യം നടക്കുന്നുണ്ട് എന്ന്? അങ്ങനെ നല്ല കാര്യമാണ് നടക്കണതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയണം. അവരും ഇവിടെ വന്ന് അത് കേൾക്കട്ടെ. ഇങ്ങനെ എന്താണോ കേട്ടത് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അത് ചെയ്യണം. അപ്പോഴേ ഈ കേട്ടതിൻ്റെയും കൂടിയും ഫലം മുഴുവനായുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ എന്തായി? ആചാര്യൻ്റെ മുഖത്തുനിന്ന് എന്താണോ വരണത് അത് കുടുംബത്തിലെല്ലാവരും അറിഞ്ഞു. ഈ കുടുംബത്തിൽ നിന്ന് മറ്റേ കുടുംബത്തിലേക്ക് പകർന്നു, അത് മറ്റേ കുടുംബത്തിലേക്ക് പകർന്നു. ഇങ്ങനെയാണ് നാട്ടിൽ പല ദിക്കിലേക്കും ഈ സന്ദേശം എത്തിച്ചേരുക. ഇതൊക്കെ ജ്ഞാനയജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ചുമതലയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് കേട്ടാൽ മാത്രം പോരാ, ശ്രവണത്തിൻ്റെ പിന്നാലെ ഒരു മനനവും കൂടി വേണം എന്ന് ഇവിടെ നിഷ്കർഷിക്കുന്നുണ്ട് സൂതൻ. മനനം എന്ന് പറഞ്ഞാൽ യുക്തി വിചാരം എന്നർത്ഥം. കേട്ടതിനെക്കുറിച്ച് പിന്നീട് ആലോചിച്ച് നോക്കുക. ഇന്ന് എന്തൊക്കെ കേട്ടു അതിനെക്കുറിച്ച് ആലോചിക്കുക. സന്ധ്യ ആവുന്നത് വരെ സപ്താഹയജ്ഞത്തിൽ പങ്കെടുത്തു, എല്ലാം കേട്ടു, ഹാവു ഇനി രാത്രി കിടന്നുറങ്ങാലോ എന്ന് അങ്ങനെ വിചാരിക്കരുത്.
കേട്ടു, കേട്ടാൽ മാത്രം പോരാ, ഇന്ന് എന്തൊക്കെ കേട്ടു എന്ന് വീട്ടിലേക്ക് പോണ വഴിക്ക് അല്ലെങ്കിൽ കിടന്നുറങ്ങാറാവുമ്പോൾ കുറച്ച് നേരം അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക. എന്നിട്ട് വല്ലതും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡയറിയിൽ കുറിച്ചിടുക. ഇങ്ങനെയാണ് നമ്മുടെ അറിവ് വികസിച്ച് അങ്ങനെ വരിക. അപ്പോൾ നമ്മുടെ ഓരോ വ്യക്തിയുടെയും അറിവ് മാത്രം വികസിച്ചാൽ പോരാ, നമ്മൾ പുതുതായിട്ട് എന്താർജിക്കണോ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും കൂടി വേണം. ഇങ്ങനെയാണ് ഭാഗവത സന്ദേശം നാട്ടിലെല്ലായിടത്തും എത്തിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നല്ല ശ്രദ്ധാപൂർവമായ ഭക്തിപൂർവകമായ ഒരു യജ്ഞമായി തീരട്ടെ ഇത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ മാഹാത്മ്യ പ്രഭാഷണം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ യജ്ഞം ആരംഭിക്കുക കാലത്ത് 6:30 മണിക്ക് ആണ്. 6:30 മണിക്ക് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ടാണ് ഈ യജ്ഞം തുടങ്ങുക. പിന്നെ കീർത്തനം പാടി ഓരോ അധ്യായമായിട്ട് വായിച്ച് അതിലത്തെ വിഷയങ്ങളൊക്കെ അങ്ങനെ സ്മരിച്ച് സാവധാനത്തിൽ അങ്ങനെ വൈകുന്നേരം 6 മണി വരെ 6:15 മണി വരെ ഈ യജ്ഞം അങ്ങനെ തുടരും. ഒരു 8-9 മണിക്കൂർ നേരം നമുക്ക് ഈ ഹോളിൽ ഈശ്വരനെ കുറിച്ച് പറയാനും ഈശ്വരനെ പറ്റി കേൾക്കാനും ഈശ്വരനെ സ്മരിക്കാനുമുള്ള ഒരവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഭഗവാന്റെ വലിയൊരു കരുണ ഉണ്ടെന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ 8-9 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്ന് പറയാനും കേൾക്കാനും സാധിക്കണമെങ്കിൽ ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യം ഉണ്ടാവണം. നമുക്കെല്ലാവർക്കും ആ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഭഗവാൻ കരുണാപൂർവം ഒഴുക്കിത്തരണേ എന്ന് നമുക്കിവിടെ വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ മുഴുവൻ കേൾക്കണം എന്നാഗ്രഹമുള്ള ആളുകൾ കൃത്യം 6:30 മണിക്ക് തന്നെ ഇവിടെ വന്നെത്തുക. അല്ലാത്തവർ യഥാസൗകര്യം ഇവിടെ വന്നെത്തുക. കിട്ടുന്ന സൗകര്യം വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക. അതാണ് പിന്നെ പ്രത്യേകം ഒന്ന് പറയാനുള്ളത്. ഈ സൗകര്യം വേണ്ട പോലെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നത് വലിയൊരു ദൗർഭാഗ്യമാണ്. അങ്ങനത്തെ ഒരു ദൗർഭാഗ്യം വരാതെ കണ്ടിരിക്കട്ടെ. ആവുന്നിടത്തോളം വേഗത്തിൽ വീട്ടിലെ ജോലിയൊക്കെ കഴിച്ച് ഇവിടെ വന്നിരിക്കാൻ അമ്മമാരും ഭാര്യമാരും അച്ഛന്മാരും ഭർത്താക്കന്മാരും എല്ലാവരും വേണ്ട പോലെ തയ്യാറാവുക. അങ്ങനെ ഒരു ഭക്തിഭരിതമായ ഒരു അന്തരീക്ഷം ഒരു 6-7 ദിവസം ഈ ഊട്ടുപുരയിൽ ഉണ്ടാവട്ടെ. ഊട്ടുപുര എന്ന് പറഞ്ഞാൽ വിളമ്പിക്കൊടുക്കുക, ഊണ് കഴിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ഒരു വിളമ്പിക്കൊടുക്കലുണ്ട്, ഒരു ഊണ് കഴിക്കലുണ്ട്. അങ്ങനെ നിറയെ വിളമ്പിക്കൊടുക്കാനും നിറയെ ഊണ് കഴിക്കാനും നല്ല നല്ല മധുരമായ വിഭവങ്ങളോട് കൂടിയിട്ട് അങ്ങനെ അതൊക്കെ സാധിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണ യജ്ഞം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. ശേഷം നാളെ